ഇതുപോലത്തെ ഒരു ഡ്രസ്സ് ഇപ്പോഴും അലമാരിലുണ്ടോ എന്ന് നോക്കി നോക്കുക. ഉണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനിലാണോ, സൈസൊക്കെ ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അല്ല, ഇതിപ്പോൾ മോഡലല്ല, ആരും ഇടുന്നില്ല, ഞാനും യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണേ. അപ്പോൾ നമ്മളിതിനെ നല്ല ഭംഗിയായിട്ട് റീക്രിയേറ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ്. യോക്ക് പോർഷൻ സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് മടക്കി അടിക്കുന്നുണ്ട്. ബാക്കിലായിട്ട് 2 ടക്സും സൈഡും കൂടി അടിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു ക്രോപ്പ് ടോപ്പ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ സ്കേർട്ട് പോർഷനാണെങ്കിൽ ഒരു പീസ് വെച്ചിട്ട് മടക്കി അടിച്ചിട്ട് ഒരു ചെറിയ എലാസ്റ്റിക്കും കൂടി അതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. സ്കേർട്ട് പോർഷൻ്റെ ലെങ്ത്ത് കുറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വേറെ കളറുള്ള പീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അല്ലാതെ അങ്ങനെ തന്നെ മടക്കുമ്പോൾ ഹെവി ആയിട്ടുണ്ടാവും, പിന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനും പാടാണ്. അത് കാരണമാണ് വേറൊരു സെപ്പറേറ്റ് പീസ് അറ്റാച്ച് ചെയ്തിട്ട് എലാസ്റ്റിക് കൊടുക്കുന്നത്. അപ്പോൾ അതേ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ക്രോപ്പ് ടോപ്പും സ്കേർട്ടും അടിപൊളിയായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മക്കളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഇതിപ്പോൾ മക്കൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനായിട്ടുണ്ടാവേ.